കോടാലി കഴിഞ്ഞ് ഇപ്പൊ വാള് കേറാൻ തുടങ്ങി. ഇനി പുറകെ എന്തൊക്കെ കേറുവോ ആവോ. നീ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത് എന്താ? ഒന്ന് ഫോൺ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ 2-3 പെങ്കൊച്ചുങ്ങളെ പോയി കാണാറുന്നില്ലേ? ഓ, കൊറേ കൊല്ലായാലിയാ ഈ പെനായിര് കലക്കാൻ തുടങ്ങിട്ട്. ഈ നേരത്തെ വല്ല നാരങ്ങോളം കലക്കിയിരുന്നെങ്കിൽ എന്റെ ചേച്ചിയും പിള്ളേരും രക്ഷപ്പെട്ടു. അതുമായി ഞങ്ങള് അരുണൊരു കല്യാണാലോചനയായിട്ട് വന്നതാ. മതിയളയെ ബീഡി വലിച്ചു കയറ്റിയത്. ഇങ്ങോട്ട് കയറുവാ, സുഖനൊരു ആലോചന കൊണ്ടു നിൽക്കുന്നത്. ഏതാടാ പെണ്ണ്? നമ്മുടെ പേങ്ങോട്ടുകാര തോട്ടത്തിൽ പങ്കജാക്ഷൻ ചേട്ടന്റെ മോള്. ബാംഗ്ലൂരിലാ ജോലി, അതും ബാങ്കില്. നമ്മുടെ ജാതിയാണോ? ആ, ഏത് ജാതി ഏത്? അതെ, എനിക്ക് ഈ വീട്ടുപേര് കേട്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. പെങ്കൊച്ചിന്റെ പേരെന്താ? മായ. സ്വാതി. നല്ല ടിപ്പറിനും പ്രൈവറ്റ് ബസ്സിനൊക്കെ ഇടാൻ പറ്റിയ പേരല്ലേ സ്വാതി. ഈ പെങ്കൊച്ചിനെല്ലാടാ നീ ഒന്ന് കാണാൻ പോയത്? അതന്നെ. അതിന് ഒരു പെണ്ണ് കാണലെന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. പട്ടാളത്തിൽ ചേരാൻ പോയ പോലെ അല്ലായിരുന്നോ? നെഞ്ചളവില്ല, പൊക്കക്കുറവ്, എന്തൊക്കെയായിരുന്നു. അയ്യോ, നിനക്ക് ഇതിനെയല്ലേടാന്ന് വേണ്ടാന്ന് പറഞ്ഞത്? അയ്യോ, ഇപ്പൊ ഇത് മാത്രം മതി. ഏതായാലും ഞങ്ങൾ അവരോടൊന്ന് സംസാരിക്കട്ടെ. നിന്റെയും ദിവ്യയുടെയും കല്യാണം ഇനി ഒരുമിച്ചേ നടത്തുന്നുള്ളൂ. ഇവളെ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുക. കൂടെ പഠിച്ചതിനെയല്ലേ നീ നോക്കുന്നത്. അപ്പൊ ഇവളെ ഇവിടെ വെറുതെ നിർത്താൻ പറ്റുമോ? ഏതായാലും ബെസ്റ്റ് ടീമാ കേട്ടോ. അന്ന് ബാംഗ്ലൂർ പോയിട്ടൊന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. ഞാനും അത് തന്നെ ഓർക്കുമായിരുന്നു. അല്ല, ഞാൻ ഓർക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് ഓർക്കാനുള്ളൂ. ഇത് എന്തൊരു മനുഷ്യനാപ്പാ. അമ്മ, അത് അവര് തിരക്ക് കാരണം മറന്നുപോയതായിരിക്കും. എന്ത്? അവൻ ഇപ്പോഴേ അവരുടെ ആളായി കേട്ടല്ലോ. എല്ലാരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്തായാലും ബാങ്ക് ജോലി കിട്ടിയിട്ട് മതി എനിക്കിനി കല്യാണം. നിനക്ക് പുതിയ വല്ല ഗൈഡ് വല്ലതും വേണേ പറയണേ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരാ. വേണ്ട, നാട്ടിൽ കിട്ടുന്ന ഗൈഡ് കൊണ്ട് പഠിച്ചേ ഞാൻ ബാങ്ക് ജോലി വാങ്ങിച്ചോളാം. ആ ഗൈഡ് കമ്പനിക്കാരൻ കോടീശ്വരനായെന്നാ കേട്ടെ. എന്നെ ഇവിടെ വെട്ടിമുറിച്ചിട്ടിട്ട് നീ സ്വപ്നം കണ്ട് ബൈക്ക് ഓടിച്ചു പോകും അല്ലേടാ? ഇവിടെ ഇവിടെ എവിടെ? രാധാകൃഷ്ണട്ടോ, 100 കുപ്പിക്കടി അഞ്ഞലിയുണ്ട്. കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലം കുട്ടികളുണ്ടാവാതെ അവസാനം ഗുരുവായൂർ പോയി ഉരുളി കമിഴ്ത്തി കിട്ടിയ കുഞ്ഞാ സ്വാതി. ആണും പെണ്ണായി ഞങ്ങൾക്ക് ഒന്നേ ഉള്ളൂ. അതെന്താ പിന്നെ ഉരുളിയൊന്നും കിട്ടിയില്ലേ കമത്താൻ? അല്ല, ഈ ചെറുക്കനും പെണ്ണും തമ്മിൽ നേരത്തെ കണ്ടെങ്കിൽ ഇഷ്ടമായത് കൊണ്ടും ഇനി ജാതകങ്ങൾ അത് കാരണവന്മാര് പറയും. ചെറുക്കനും പെണ്ണും നേരത്തെ കണ്ട് ഇഷ്ടമായത് കൊണ്ടും ജാതകത്തിൽ വേറെ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടും നമുക്ക് കാര്യങ്ങൾ കിടക്കാം. ഇതന്നെല്ലാം അളിയനും പറഞ്ഞു. ദിവ്യയുടെയും അരുണിനെ കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ദിവ്യക്കും കൂടി ഒരു കല്യാണം ആലോചിക്കാനുള്ള സമയം ഞങ്ങൾക്ക് തരണം. അതിനെന്താ, ഒരു 6 മാസം കഴിഞ്ഞിട്ട് നടത്താം. എന്താ? ആയിക്കോട്ടെ. അല്ല, 6 മാസം കഴിഞ്ഞിട്ട് നടത്താം. ന്യൂ ജനറേഷൻ അല്ലേ, അവരുടെ കാര്യങ്ങളില് നമ്മൾ തടസ്സം നിൽക്കണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ ഡേറ്റ് ഒന്ന് നോക്കാം. 6 മാസം 1-ാം തീയതി വെച്ച് വേറെ ഏത് ഡേറ്റ് എടുത്തു? 1-ാം തീയതി വെക്കല്ലേ. മകരം, കുംഭം, മീനം, മേടം, ഇടവം. 6 മാസത്തിനകം ദിവ്യക്കൊരു ചെക്കനെ കണ്ടുപിടിക്കണം. ദിവസം ഇപ്പൊ ഷൂ എന്നും പറഞ്ഞ് അങ്ങ് പോവും. അല്ലടി, ഞാൻ ആ ബ്രോക്കർ സാബുവിനോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാര്യം നോക്കാൻ. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ബാങ്ക് ജോലി കിട്ടിയിട്ട് മതി എനിക്ക് കല്യാണം. ഓ, ബാങ്ക് ജോലി ഇപ്പൊ. അപ്പൊ എന്റെ കല്യാണം ഒരിക്കലും നടക്കില്ലേ? എന്താ? 6 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണം. ഒരു 3 മാസം പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാലും ആ ദിവ്യയുടെ ഒരു അഹമ്മതി നോക്കണേ. അടുക്കളയിൽ എല്ലാവരും കേൾക്കാൻ അവള് പറയുവാ ബാങ്ക് ജോലി കിട്ടാതെ അവള് കെട്ടില്ലാന്ന്. അവക്ക് 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടുമോ മോളെ? എനിക്കറിയില്ല. ടിവിയും കണ്ടിരുന്നാ മതിയല്ല. എനിക്ക് അടുത്തുള്ള അമ്പലത്തിലും പള്ളിയിലേക്ക് ഒന്ന് പോകണം. ഇത് കണ്ടോ? ഇത് കലണ്ടർ അല്ലേ? അത് മനോരമ തന്നെ. ഇതിലിപ്പോ ഇത്ര കാണാതിരിക്കുന്നേ?
അതല്ല മനുഷ്യ. മാസം 4 കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞിട്ട് മാസം 4 അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചൂടും ഉഷാറും ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ ഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ. അല്ല, അത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചല്ലേ. ഇനി അടുത്ത ആഴ്ച വിളിച്ചാ പോരെ? നമ്മൾ എപ്പോഴും വിളിച്ചാലേ അവർക്കൊരു ചൂടും ഉഷാറും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഉഷാറുണ്ടായിട്ട് എന്താ കാര്യം? ആ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടണ്ടേ? അമ്മേ, SBI കുറെ പുതിയ പോസ്റ്റൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. ദിവ്യ അപ്ലൈ ചെയ്തോ അമ്മേ? ഓ, എല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ആ, സ്വാതിയുടെ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയിന്ന്. കേട്ടോ, അവനോട് അവര് വിളിച്ച് ചോദിക്കുന്നത് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായിന്ന്. കല്യാണം ചെറുക്കനെ വിളിച്ചിട്ടാണോ ഏർപ്പാട്? ഇവിടെ കാരണവന്മാര് ചത്തുപോയിട്ടില്ലെന്ന് പറഞ്ഞത്. അതെ, അവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലേ വിവരാവകാശ കമ്മീഷനെ കൊണ്ട് ഒരു പരാതി കൊടുക്കാൻ പറ. അവര് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ അമ്മേ. ആഹാ, ഇപ്പൊ നീ അവരുടെ ഭാഗമായോ? അതെ, കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു രീതി സമയമൊക്കെ ഉണ്ട്. അമ്മേ, ദിവ്യ സാദി ഒരേ പ്രായമല്ലേ? അപ്പൊ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് സാദിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അവള് ബാങ്ക് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകത്തില്ല അമ്മേ. ആ, നീണ്ടു പോട്ടെ. ഒരു കല്യാണമല്ലേ മുടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞ് നിന്റെ മൂക്കി പല്ലൊന്നും മുളച്ചിട്ടില്ലല്ലോ. ഒരു കല്യാണക്കാരൻ വന്നിരിക്കുന്നു. അല്ല, എന്താ കണ്ടു വിളിച്ചോണ്ടിരിക്കുക? മര്യാദക്ക് തേങ്ങ തരണ്ട മനുഷ്യ. അരച്ച് കറി വെക്കാനുള്ളതാ. ഈശ്വര, 12-ാം തീയതി ഇങ്ങ് എത്തിയല്ലോ. കല്യാണം ഇങ്ങ് അടുത്തു. ഈശ്വര, 13-ാം തീയതി 2 മാസത്തെ പാലിന്റെ പൈസ. ആപ്ലിക്കേഷൻ. ബാങ്ക് ഓഫ് ബറോഡ, ദേന ബാങ്ക്, അതെ അതെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. അതെ. ബിക്കാനീറോ? എന്റെ ഗുരുവായൂരപ്പ, ഇവിടുത്തെ എന്ത് ഭാവിച്ചുണ്ടാ? ദിവ്യേ, മോള് പുതിയ ബാങ്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വന്നായിരിക്കും അല്ലേ? എന്താവോ ഇവിടെ ഒന്നും സ്ഥലമില്ലാണ്ട് ബിക്കാനീർ. പഴയ പ്ലാസ്റ്റിക് ചക്കിൽ നിന്ന് 10,000. നമ്മുടെ കച്ചവടം കേറ്റോ കേട്ടോടി. ചന്ദ്രന്റെ ചായക്കടയിൽ ആഴ്ചയിൽ ഒരു 4 കുപ്പി വെച്ച് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെനോയില് 4 കുപ്പി ഫെനോയില്. SBT 3000 ഒഴിവ് വിളിച്ചിട്ടുണ്ട്. നീ അപേക്ഷിച്ചില്ലേടി? അമ്മ ഒന്നും അറിഞ്ഞില്ലേ? SBT SBI തമ്മിൽ ലയിപ്പിക്കാൻ പോവാ. എനിക്ക് ബിക്കാനീർ മതി. പങ്കജാക്ഷന ഇന്ന. ഹലോ ഹലോ ഹലോ. എന്തൊക്കെയുണ്ട് പവിത്ര വിശേഷങ്ങൾ? അല്ല, ഇപ്പൊ വിശേഷങ്ങളായിട്ടങ്ങനെ. അല്ല, നമുക്ക് വിശേഷങ്ങളൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ? കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിയാറായി. അല്ല അത് പിന്നെ ഈ മോക്ക് പിന്നെ അങ്ങോട്ടൊരു ആലോചനയൊന്നും വന്നില്ല. അവള് പിന്നെ ഈ ബാങ്കിന്റെ മറ്റേ ടെസ്റ്റിന്റെ ഈ റിസൾട്ടൊക്കെ വന്നിട്ട്. അല്ല, കുടുംബക്കാരൊക്കെ ചോദിക്കുന്നു. ഞങ്ങള് അവരോടൊക്കെ എന്ത് പറയും? അല്ല, അതിപ്പോ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇങ്ങതാ ഞാൻ പറയാം. അല്ല, അത് പിന്നെ ഞാനും ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ചെറുക്കന്റെയും പെണ്ണിന്റെയും അമ്മമാര് തമ്മിലും സംസാരിക്കും. അല്ല, അത് വേണോ? അത് വേണമല്ലോ. ഞാൻ കൊടുക്കാം. കൊടുക്കാം. പിള്ളേരുടെ അച്ഛൻ പറഞ്ഞത് ശരിയാ ചേച്ചി. ചേച്ചീന്ന് ആ മുതുകിത്തോളം എന്നെ വിളിക്കുക ചേച്ചീന്ന്. ആണോ? കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്നേ. മാത്രമല്ല, ഒരു ജോലി കിട്ടാതെ എങ്ങനെ പെങ്കൊച്ചിനെ വേറൊരു വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്? നമ്മുടെ കാലം കഴിഞ്ഞാൽ അവര് ജീവിക്കണ്ടേ? നമ്മൾ വാക്കാൽ ഒരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചതല്ലേ സുകുമാരി ചേച്ചി? ഇവിടെ പന്തലുകാരൊക്കെ ചോദിക്കുക കല്യാണം എന്താ മാറിപ്പോയോന്ന്. ഞങ്ങൾ ബന്ധുക്കാരോടും നാട്ടുകാരോടൊക്കെ എന്ത് പറയും? അവരോടൊക്കെ ചെറുക്കന്റെ പെങ്ങൾക്ക് ജോലി കിട്ടിയില്ലാന്ന് പറയാനൊക്കോ സുകുമാരി ചേച്ചി? അവളെ ഉരുളിയും കൊട്ടകമൊക്കെ കമത്തി പെറാതിരുന്നേനെ ഞാൻ അങ്ങനെ അവളുടെ ചേച്ചിയാകും. അതെന്നാ വർത്തമാനോ? ദിവ്യ സ്വാതി ഒരേ പ്രായമല്ലേ? അപ്പൊ ഞങ്ങളുടെ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വാതിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അതൊക്കെ നമ്മളൊന്ന് ഓർക്കണ്ടേ? ദിവ്യക്ക് കല്യാണം നടക്കാത്തതേ അവളുടെ അഹമ്മദിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുന്നത് കൊണ്ടാ. അവക്ക് ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പുണ്ടെന്ന് വിചാരിച്ചേ നിങ്ങൾ വേണ്ടേ സമയത്തിന് കല്യാണം നടത്താൻ? ബാങ്ക് പരീക്ഷ എഴുതാൻ കമ്പോ? പഠിക്കാൻ പോകുന്ന ഒരു പെങ്കുച്ചിനെ കുറിച്ച് പറയാൻ കൊള്ളാവുന്ന വർത്താനമാണോ നിങ്ങൾ ഈ പറഞ്ഞത്? അതെ, നിങ്ങളുടെ മോൾക്ക് ആദ്യം ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൂടുതൽ കളിക്കണ്ട. നിങ്ങൾ പോ പെണ്ണുമ്പിള്ള. ഞങ്ങളുടെ മോനെ നിങ്ങളുടെ തലതെറിച്ച പെണ്ണിനെ വേണ്ട. ഇതേ അടക്കം ഒതുക്കുള്ള പെണ്ണുങ്ങൾ താമസിക്കുന്ന വീടാ. ഞങ്ങൾക്ക് പണ്ടേ വേണ്ടതല്ലേ.
കൊള്ളാം.